ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DS സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഗ്രീൻ പീസ് അഥവാ പട്ടാണി കടല കറി എന്ന് പറയുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ, അതായത് ദോശയുടെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പട്ടാണി കടല കറി. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഇത്രയും കോമൺ ആയിട്ട് മാറിയത് അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല കിടിലൻ രുചിയിൽ ഈ ഒരു ഗ്രീൻ പീസ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പട്ടാണി കടലയാണ്. ഞാനിവിടെ പച്ച പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് 3 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും അരക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ച് ചേർക്കുവാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കീറിയതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡിയായി. ഒരേ രുചിയിൽ തന്നെ ഗ്രീൻ പീസ് കഴിച്ച് മടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.